ഭൂമിയുടെ എല്ലായിടത്തും ഒരുപോലെയല്ല താപം അനുഭവപ്പെടുന്നത്. ആഗോള താപ വിതരണം എന്ന ഭാഗമാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഉഷ്ണകാലത്ത് കടലിനെ അപേക്ഷിച്ച് കരയിൽ ഉയർന്ന താപനിലയും ശൈത്യകാലത്ത് കുറഞ്ഞ താപനിലയും അനുഭവപ്പെടുന്നു. കരയിലും കടലിലും വ്യത്യസ്തമായി ചൂടുപിടിക്കുന്നത് കൊണ്ടാണ് സമതാപരേഖകൾ പൊതുവെ വളഞ്ഞ് കാണപ്പെടുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരേ താപനില രേഖപ്പെടുത്തുന്ന പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന രേഖകളെയാണ് സമതാപരേഖകൾ എന്ന് പറയുന്നത്. അന്തരീക്ഷ താപനിലയിലെ ഏറ്റക്കുറച്ചിലുകളാണ് മർദ്ദവ്യത്യാസം, കാറ്റുകൾ, മേഘം, വർഷണം തുടങ്ങിയ വിവിധതരം അന്തരീക്ഷ പ്രതിഭാസങ്ങളുണ്ടാകാൻ കാരണം. അന്തരീക്ഷ പ്രതിഭാസങ്ങളെ മുഖ്യമായും സ്വാധീനിക്കുന്ന ഒന്നാണ് അന്തരീക്ഷത്തിലെ ജലാംശം. അന്തരീക്ഷത്തിലെ ജലാംശത്തെ ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുന്നു. അന്തരീക്ഷത്തിലെ ജലാംശത്തെയാണ് ആർദ്രത എന്ന് വിളിക്കുന്നത്. ജലത്തിൻ്റെ അളവിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് താപനില. വ്യത്യസ്ത പ്രദേശങ്ങളിൽ എന്ന പോലെ വിവിധ സമയങ്ങളിലും ആർദ്രത വ്യത്യസ്തമായിരിക്കും. വായുവിലടങ്ങിയിരിക്കുന്ന നീരാവിയുടെ യഥാർത്ഥ അളവിനെയാണ് കേവല ആർദ്രത എന്ന് വിളിക്കുന്നത്. ഇത് 1 ക്യൂബിക് മീറ്റർ വായുവിൽ എത്ര ഗ്രാം ജലബാഷ്പം എന്ന ഏകകത്തിലാണ് കണക്കാക്കുന്നത്. നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവിന് പരിധിയുണ്ട്. അന്തരീക്ഷം നീരാവി പൂരിതമാകുന്ന അവസ്ഥയെ പൂരിതാവസ്ഥ അല്ലെങ്കിൽ സാച്ചുറേഷൻ ലെവൽ എന്നാണ് വിളിക്കുന്നത്. തുഷാരാങ്കം അഥവാ ഡ്യൂ പോയിൻ്റ്. ഘനീകരണം ആരംഭിക്കുന്ന നിർണായക ഊഷ്മാവിനെയാണ് തുഷാരാങ്കം അഥവാ ഡ്യൂ പോയിൻ്റ് എന്ന് വിളിക്കുന്നത്. നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ എത്ര ഭാഗമാണ് അന്തരീക്ഷത്തിൽ നിലവിലുള്ളത് എന്നത് ശതമാനത്തിൽ കണക്കാക്കുന്നു. ഈ ആനുപാതിക അളവിനെയാണ് ആപേക്ഷിക ആർദ്രത അല്ലെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന്, നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ പകുതിയാണ് കേവല ആർദ്രത എങ്കിൽ ആപേക്ഷിക ആർദ്രത 50% ഇത് കണക്കാക്കുന്നത് എങ്ങനെ എന്ന് നോക്കാം. ആപേക്ഷിക ആർദ്രത സമം കേവല ആർദ്രത ബൈ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ അളവ് ഗുണം 100. സാധാരണ വൈറ്റ് ആൻഡ് ഡ്രൈവ് ബൾബ് തെർമോമീറ്റർ ഉപയോഗിച്ചാണ് കാലാവസ്ഥാ നിരീക്ഷകർ ആപേക്ഷിക ആർദ്രത കണക്കാക്കുന്നത്. Global distribution of temperature. The smooth curved lines represent the temperature recorded at different places throughout the Earth's surface. During summer, high temperature prevails over the land compared to sea, and during winter, the condition is reversed. The bending of isotherms is due to the differential heating of land and water. It is a fluctuation in the atmospheric temperature that leads to the atmospheric phenomena like pressure variation, wind, cloud, and precipitation. Water content in the atmosphere significantly influences the atmospheric phenomena. Water in the atmosphere. Water content in the atmosphere is called humidity. Humidity varies not only with place but also with time. The actual amount of water present in the atmosphere is called absolute humidity. It is measured as the amount of water vapor present per cubic meter volume of air. There is a little limit of amount of water vapor that atmosphere can hold at certain temperature. The stage at which the atmosphere is fully saturated with water is termed as saturation level. Dew point. The critical temperature at which condensation begins is called dew point. The ratio between the amount of water vapor present in the atmosphere and the total water holding capacity of atmosphere at a given temperature is called relative humidity. It is usually expressed in percentage. For example,
If the absolute humidity is half of total water holding capacity at the particular temperature, then the relative humidity will be 50%. Let us see how it is calculated. A relative humidity is equal to absolute humidity by total water holding capacity of the atmosphere at the particular temperature into 100. A relative humidity is measured using the instrument called wet and dry bulb thermometer.